അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് നമ്മളത് ഇതാണ് ഹോമിയോപ്പതിക് ബുക്സിനെ പറ്റിയിട്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഞാൻ ഒരു ഇൻട്രോ തരാം. കാരണം ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ബുക്സ് ഏതൊക്കെയാണ് എന്നുള്ള ഒരു ഇൻട്രോ മാത്രം ഞാൻ പറഞ്ഞു പോവാം. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ഇൻട്രോ പറയാൻ പറഞ്ഞത്, ഹായ്, ഞാൻ ആദ്യ ഇവിടെ ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഇടയ്ക്ക് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 1-2 കമൻസ് വരലുണ്ട് ഇങ്ങനെ നമ്മൾ ഹോമിയോപ്പതിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഞാൻ അതിനെ വിചാരിച്ചു, ഞാൻ ചെറുതായിട്ടൊരു ഇൻട്രോ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പറയാമെന്ന് വിചാരിക്കുന്നത് എന്തൊക്കെ ബുക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ്, ഈ MBBS എന്തോ ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഈ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ, വേറെ എന്തോ ഒരു തിയറി നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയൊന്നല്ല, നമ്മൾ പഠിക്കുന്നത് സത്യം പറഞ്ഞാൽ MBBS പഠിക്കുന്ന അതേ ബുക്സും അതേ റെഫറൻസും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം ഏതെങ്കിലും ആൾക്കാർക്ക് ഹോമിയോ പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് ഇപ്പം എന്തൊക്കെയായിരിക്കും പഠിക്കേണ്ടാവുക, കുറേ പഠിക്കാനുണ്ടാവുക, അങ്ങനെയൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കണം. MBBS പോലെ അല്ലേ, വേറെ ഡിഫറെൻ്റ് ആണോ ഇവരുടെ മെഡിസിൻസും രീതികളും ഒക്കെ, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ചെറുതായിട്ടൊരു ഇൻട്രോ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഫിസിയോളജിയും അനാട്ടമിയും പഠിക്കാതെ നമുക്കൊരു ഡോക്ടറാകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അത് പഠിക്കുന്നത് നമ്മൾ MBBS പഠിക്കുന്ന അതേ ബുക്സും അതേ റെഫറൻസും അതേ സിലബസും എല്ലതുമാണ്. അപ്പോൾ അതാദ്യം പറഞ്ഞുതരാം. പിന്നെ നമുക്ക് എന്തായാലും പറയാം, ഹോമിയോപ്പതി, ആയുർവേദം അല്ലെങ്കിൽ MBBS BDS എന്ന് പറയുമ്പോൾ ഒരു തലക്കെട്ടുണ്ടല്ലോ. അപ്പോൾ ആ തലക്കെട്ടിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത സാധനം പഠിക്കുന്നതാണല്ലോ. അപ്പോൾ അതാണ് ഹോമിയോയിൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുക്സും കൂടി ഉണ്ട്. അപ്പോൾ അതും പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് ആദ്യം തന്നെ പറയുന്ന ഫിസിയോളജിനെ പറ്റിയിട്ടായിക്കോട്ടെ. ഫിസിയോളജി നമ്മുടെ എല്ലാവരുടെയും ഒരു കോമൺ ഇതാണ് ഫിസിയോളജി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ MBBS അതേപോലെ തന്നെ BDS ആയുർവേദം പഠിക്കുന്നവരായാലും എല്ലാവരും പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിയോളജിയിൽ. അപ്പോൾ ഫിസിയോളജിക്ക് വരുന്നത് നമ്മളെ സെമ്പുലിംഗത്തിൻ്റെ ഒരു ബുക്കാണ് വരുന്നത്. പിന്നെ LPR ഉണ്ട്. അപ്പോൾ സെമ്പുലിംഗമാണ് ഞാൻ റെഫർ ചെയ്തത്. അപ്പോൾ LPR റെഫർ ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ എല്ലാവരും ഒരാൾ LPR ഉണ്ടെങ്കിൽ ഒരാൾ സെമ്പുലിംഗം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് അങ്ങനെയാണ് നോക്കുന്നത്. അപ്പം എൻ്റെ കയ്യിലുള്ളത് സെമ്പുലിംഗമാണ്. സെമ്പുലിംഗത്തിന് 10th എഡിഷനാണുള്ളത് ഫിസിയോളജിക്ക്. നെക്സ്റ്റ് നമ്മുടെ കുറേ ആൾക്കാരുടെ ഫേവറേറ്റ് സബ്ജക്ട്സ് ആയിരിക്കും അനാട്ടമി അല്ലേ. അപ്പം നമ്മളിപ്പോൾ ഈ നീറ്റൊക്കെ കഴിഞ്ഞ് ഒരു മെഡിക്കൽ കോഴ്സ് എടുക്കണം തീരുമാനിക്കുമ്പോൾ നമുക്കുള്ളിലൊരു ആഗ്രഹം എന്ന് പറയുന്നത് ബയോളജി ആയിരിക്കും നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ്. അപ്പോൾ ബയോളജി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അനാട്ടമി മോസ്റ്റ്ലി ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെയും ഒരു ഫേവറേറ്റ് സബ്ജക്റ്റാണ് അനാട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ അനാട്ടമിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഇത്. BD ചൗരസിയുണ്ട്. പിന്നെ വേറെ ഒരുപാട് ബുക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് BD ചൗരസിയാണ്. BD ചൗരസിയുടെ 4 വോളിയുണ്ട്. ഇത് 4th വോളിയാണ്. ഓരോ ഇതും ഇപ്പോൾ ഇത് ബ്രെയിനും ന്യൂറൽ അനാട്ടമിയാണ്. പിന്നെ അതുപോലെ അപ്പർ ലിംബിന്, ലോവർ ലിംബിന്, അങ്ങനെ ഓരോന്നിനും ഓരോരോ 4 വോളിയുള്ള ഒരു ബുക്കാണ് BD ചൗരസി. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് നമ്മുടെ ഫാർമസി എന്ന് പറയുന്നത്. അത് ഹോമിയോപ്പതിക് ഫാർമസിയാണ്. നമ്മുടെ സാധാ അലോപ്പതിക് ഫാർമസിയുടെ ബുക്കല്ല, നമുക്ക് ഹോമിയോപ്പതിക് ഫാർമസിയുടെ ബുക്കാണ് വരുന്നത്. ഇത് നമ്മൾ BD ബാനർജിയാണ് ഉപയോഗിക്കുന്നത്. മണ്ഡൽ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കുറേ ആൾക്കാർ ഇവിടെ യൂസ് ചെയ്യുന്നത് BD ബാനർജിയാണ്. അപ്പോൾ BD ബാനർജിയുടെ 4th എഡിഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹോമിയോപ്പതിക് ഫാർമസിയുടെ പ്രിപ്പറേഷൻസും അതിൻ്റെ സോഴ്സസും ഒക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ നല്ല ബുക്കാണ്, പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞത് നമ്മുടെ അനാട്ടമി, ഫിസിയോളജി, അതേപോലെ ഫാർമസി, ഇതൊക്കെ നമ്മൾ കോമൺ സബ്ജക്റ്റാണ് അല്ലേ. ഇനി വരാൻ പോകുന്നത് കുറച്ച് ഹോമിയോപ്പതി സബ്ജക്ട്സ് ആണ്. അപ്പം നമ്മൾ ആദ്യം പറയാൻ വന്നത് മെറ്റീരിയ മെഡിക്ക. അപ്പോൾ ഞാൻ ആദ്യം മെറ്റീരിയ മെഡിക്ക എന്താണെന്ന് ജനറലായിട്ടൊന്ന് പറഞ്ഞുതരാം. മെറ്റീരിയ മെഡിക്ക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഡ്രഗ്സിനൊക്കെ പഠിക്കണമല്ലേ. അപ്പോൾ നമുക്ക് ആയുർവേദത്തിൽ കുറേ ഡ്രഗ്സ് ഉണ്ടാവും, അലോപ്പതിയിൽ കുറേ ഡ്രഗ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ഹോമിയോയിലും കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ ഡ്രഗ്സിനെ പറ്റിയിട്ട്, ഹോമിയോപ്പതിക് ഡ്രഗ്സിനെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി റെഫർ ചെയ്യുന്നത് നമ്മൾ ബോറിക്ക് റെഫർ ചെയ്യാറുണ്ട്. ബോറിക്ക് കുറച്ച് പിടിക്കാൻ കുറച്ച് ടഫാണ്. കുറച്ച് കട്ടിയുള്ള ബുക്കാണ്. കണ്ട് പേടിക്കൊന്നും വേണ്ട, നമ്മളധികം ഉപയോഗിക്കാറില്ല. നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന ബുക്ക് അലൻസ്കി നോട്ടാണ്. കണ്ട, സമാധാനമായില്ലേ, കുറച്ചേ ഉള്ളൂ. മറ്റേത് കുറച്ച് അധികം ഉണ്ടാവും, പക്ഷെ നമുക്ക് ഇതിലില്ലാത്ത പോയിൻറ്റ്സ് നമുക്ക് അതിലുണ്ടാവും. അപ്പം കൂടുതൽ നമുക്ക് ഇതിനെപ്പറ്റി അറിയണം അങ്ങനെയൊക്കെ ആണെങ്കിൽ രണ്ടും റെഫർ ചെയ്ത് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പോയിൻറ്റ്സ് കിട്ടും. ആ ഡ്രഗിനെ പറ്റി കുറച്ചുകൂടി നമ്മൾ അവെയർ ആയിരിക്കും. അപ്പം അങ്ങനെ ഇതാണ് നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഇതൊരു റീഅറേഞ്ച്ഡ് ഫോമാണ്, പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നത്. ഇപ്പം ബ്രെയിനിൽ അത് എങ്ങനെ എല്ലാം നമുക്ക് തന്നെ ഷോർട്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് എക്സാമിന് നമുക്ക് പറ്റിയ ബുക്ക് ഇതാണ്. പിന്നെ കുറച്ച് കട്ടിയുള്ള ബുക്ക് പേടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇതും ഉപയോഗിക്കാം, രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റല്ല എന്താ പറയുക, നമുക്ക് അടുത്തൊരു ഹോമിയോപ്പതിക് ബുക്കാണ് ഓർഗനോൺ എന്ന് പറയുന്നത്. ഓർഗനോൺ സബ്ജക്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ബുക്കാണ് ഇതാണ് നമ്മൾ ഓർഗനോണിൻ്റെ ഒരു ബുക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ കുറേ അഫോറിസംസ് ഒക്കെയാണ് ഉണ്ടാവുക. നമ്മുടെ ഹാനുമാനാണ് നമ്മുടെ ഈ ഒരു ഹോമിയോപ്പതിയുടെ ഫാദർ നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറേ അഫോറിസംസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ബുക്സിലുണ്ടാവുക.
അതല്ലാതെ നമ്മൾ കുറേ PDF ഒക്കെയാണ് കേട്ടോ ഈ ഒരു സബ്ജക്റ്റ് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് മെയിനായിട്ടും അഫോറിസം അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അധികം പഠിച്ചു തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഒരു 6 സബ്ജക്റ്റ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. അതിൽ നമുക്ക് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇപ്പം ഉള്ള ഒരു സബ്ജക്റ്റാണ് നമ്മുടെ റെപ്പട്ടറി എന്ന് പറയുന്നത് കേട്ടോ. റെപ്പട്ടറി നമുക്കിപ്പം വേണ്ട, തിയറി നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു എക്സാം ആയിട്ട് റെപ്പട്ടറി ഇല്ല. അപ്പോൾ എന്നാലും റെപ്പട്ടറി ബുക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും നമുക്ക് ആവശ്യമായിട്ടുള്ളതുള്ളതുകൊണ്ട് ഇപ്പം തന്നെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ. അപ്പം ഇതാണ് നമ്മുടെ റെപ്പട്ടറിൻ്റെ ബുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൽ നമുക്കിങ്ങനെ ഓരോ റൂബ്രിക്സ് അങ്ങനത്തെ ഓരോ ടേംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇതൊക്കെ അതിൻ്റെ മെഡിസിൻസ് ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു മെഡിസിൻസ് ഇപ്പം നമുക്കൊരു പേഷ്യൻറ്റ് വന്നു, അപ്പോൾ നമുക്ക് ആ പേഷ്യൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 മെഡിസിൻസ് നമ്മുടെ തലയിൽ വരികയാണെങ്കിൽ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് റെപ്പട്ടറി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫോം ഓഫ് ബുക്കാണ് റെപ്പട്ടറി. അപ്പം കെൻ റെപ്പട്ടറി എന്നാണ് അതിന് പറയുന്നത്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊന്നും കൂടിയുണ്ട്, തിവാരിയിൽ അതിന് ജനറലായിട്ട് എന്തിനാണ് അഡ്വാൻറ്റേജസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എസെൻഷ്യൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റെപ്പട്ടറി എന്താണെന്നുള്ള ഫസ്റ്റ് ഇയേഴ്സൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവില്ല, അതൊക്കെയാണ് തിവാരിയിലുള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ റെപ്പട്ടറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. നമുക്ക് തിയറി എക്സാം യൂണിവേഴ്സിറ്റി തിയറി എക്സാം ഇല്ല. നമ്മൾ സാധാ നമ്മൾ പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരിയോഡിക് അസസ്മെൻറ്റ് നമുക്ക് 3 എണ്ണം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു റെപ്പട്ടറിയുടെ ബുക്കാണ്. അപ്പോൾ ഇത്രയും ബുക്കാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ യൂസ് ചെയ്യണത്. കുഴപ്പമില്ല, നമുക്ക് പഠിച്ച് പോകാൻ പറ്റും. അത്യാവശ്യം നമ്മൾ ആ ഒരു ടൈമിലേക്ക് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ പഠിച്ച് പോകാൻ പറ്റുന്ന ലാംഗ്വേജും കാര്യങ്ങളൊക്കെയാണ് ഈ ബുക്സിലൊക്കെ ഉള്ളത്. കുഴപ്പമില്ലാത്ത ബുക്സുകളാണ്. പിന്നെ ഇത് സംശയം ആദ്യം എല്ലാവർക്കും മാറിയിട്ടുണ്ടോ, കാരണം നമ്മൾ അനാട്ടമി ഫിസിയോളജി പഠിക്കുന്നുണ്ടോ എന്നൊരു സംശയം എല്ലാവർക്കും മാറിയിട്ടുണ്ടോ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ അത് കാണിച്ചു തന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബുക്സിൻ്റെ ഒരു ശേഖരണം എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.